ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ക്രിസ്പി ആയിട്ടുള്ള ഒരു മുറുക്കാണ്. നമുക്ക് നമ്മുടെയൊക്കെ വീടുകളിലുള്ള അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മുറുക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. ചാനലിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അതിൽ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനടൻ നോട്ടിഫിക്കേഷൻസ് വരൂ. അപ്പോൾ എങ്ങനെയാണ് ഈ ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള മുറുക്കുണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ഈ പൊരിക്കടൽ ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. ഒരുപാട് കളർ മാറുന്ന രീതിയിൽ വേണ്ട, ചെറുതായിട്ട് ഒന്ന് വറുത്ത് എടുക്കാം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മുറുക്കാണ്. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ്. ഇതിപ്പോൾ നമുക്ക് പാക്കറ്റ് മാവ് തന്നെ ഉപയോഗിക്കാം. വീട്ടിൽ പൊടിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ പാക്കറ്റ് മാവ് വാങ്ങാം. നല്ല നൈസായിട്ടുള്ള പാക്കറ്റിൽ കിട്ടുന്ന മാവാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇടിയപ്പത്തിൻ്റെ പൊടിയോ പത്തിരിപ്പൊടിയോ എടുക്കാം, നല്ല നൈസായിട്ടുള്ളത്. പിന്നെ ഞാൻ 1 കപ്പ് പൊരിക്കടല ഒന്ന് ചെറുതായിട്ട് വറുത്ത് പൊടിച്ച് അരിച്ച് എടുത്തതാണ്. നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചതാണ്. അതുപോലെ 1 കപ്പ് ഉഴുന്ന് നിറം മാറാതെ നന്നായിട്ട് വറുത്തിട്ട് അതും പൊടിച്ച് അരിച്ച് എടുത്തതാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അരിപ്പൊടി ഈ മെഷർമെൻറ്റ് കപ്പിൽ 3.5 കപ്പാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് പൊരിക്കടലപ്പൊടിയും 1 കപ്പ് ഉഴുന്ന് 1 കപ്പ് ഉഴുന്ന് വറുത്ത് പൊടിച്ചപ്പോൾ കിട്ടിയ 1 കപ്പ് പൊടി അതും ചേർത്ത് കൊടുത്തു. അപ്പോൾ ഉപ്പും ചേർത്തു. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി നമുക്കിതിൽ കുറച്ച് സാധനങ്ങൾ ചേർക്കാം. ഞാൻ 1 ടീസ്പൂൺ എള്ള്, ഒരു 1/2 ടീസ്പൂൺ ഓമം, ഒരു ടീസ്പൂൺ ജീരകം, ഇത്രയും എടുത്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും ഫ്ലേവർ ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്തിട്ട് ബാക്കി നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് അതുപോലെ ഒന്ന് ചൂടാക്കി ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നല്ല കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം ഒഴിച്ച് കുഴയ്ക്കാം. അപ്പോൾ നമുക്ക് ഉപ്പൊക്കെ ടേസ്റ്റ് നോക്കാണ്ടുള്ളതുകൊണ്ട് നല്ല വെള്ളം തന്നെ ഒഴിച്ച് കുഴച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് ശക്തി കൊടുത്ത് കുഴച്ചെടുക്കണം. മാവ് നല്ല സോഫ്റ്റ് ആകണം. അപ്പോൾ ഏകദേശം ഒരു 3 കപ്പ് വെള്ളം വരെ ഒഴിച്ചു കൊടുത്തു. ഓരോ മാവിനും ചിലപ്പോൾ വ്യത്യാസമൊക്കെ വരും. ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. നന്നായിട്ട് പ്രസ് ചെയ്ത് മാവ് മാക്സിമം സോഫ്റ്റാക്കി എടുക്കാം. അപ്പോൾ മാക്സിമം ശക്തി കൊടുത്ത് മാവ് കുഴച്ചെടുത്തു. ഒരല്പം നെയ്യ് കൂടെ കയ്യിലെടുത്ത് എല്ലാ സ്ഥലത്തും ഒന്ന് തേച്ച് കൊടുത്തു. ഇനി നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ മാവ് നല്ല ടെക്സ്ചറിൽ കുഴച്ചെടുക്കണം. അല്ലെങ്കിൽ നമുക്ക് പിഴിഞ്ഞെടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് വരില്ല. ചിലപ്പോൾ വെള്ളം കൂടിപ്പോയാലും ശരിയാവില്ല, ഒരുപാട് ടൈറ്റായാലും ശരിയാവില്ല. ഇപ്പോൾ ഇത് പാകത്തിന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സേവനാഴിയിൽ
ഈ മുറുക്കിൻ്റെ ചില്ലിൽ ഇട്ട് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ നമുക്കിതുപോലെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റോ ബട്ടർ പേപ്പറോ ഏതെങ്കിലും ഒരെണ്ണം ഇതുപോലെ കീറിയെടുക്കാം. ഇതുപോലത്തെ ഫോയിലോ ഏതെങ്കിലും ഒന്ന് എടുത്തതിന് ശേഷം നമുക്ക് അതിൽ പിഴിഞ്ഞൊഴിക്കാം. ഇട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണയ്ക്ക് നല്ല ചൂട് വേണം. ചൂട് കുറഞ്ഞു പോയാൽ എണ്ണ ഒരുപാട് കുടിക്കും. അതുകൊണ്ട് നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ആവശ്യത്തിന് ചൂടുണ്ട്. ഇനി നമുക്ക് മറച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരല്പം ഫ്ലെയിം വേണം, അതിൽ കുറച്ച് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിത് എടുക്കാം. ഈ ഒരു ലൈറ്റ് ഒരു ബ്രൗൺ കളറ്, ഒരുപാട് ചുമന്ന് പോകരുത്, ഒരു ലൈറ്റ് ബ്രൗൺ കളറിൽ എടുക്കാം. നമുക്ക് ആദ്യം ഒരെണ്ണം എടുത്ത്, ഇപ്പം ബിഗിനേഴ്സിനൊക്കെ ആദ്യം ഒരെണ്ണം നമുക്ക് എടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ഇടുമ്പോൾ എത്ര ടൈം വേണം എന്നുള്ളത് മനസ്സിലാവും. അടിപൊളിയായിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള മുറുക്കാണ്. അപ്പോൾ വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി. ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.